അങ്ങനെ ഒരു ചെറിയ ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. ഗ്രാമിന് 185 രൂപ കൂടി 8745 രൂപയായി. പവന് വില 69,960. അതായത് 40 രൂപയും കൂടെ ആയിക്കഴിഞ്ഞാൽ 70,000 രൂപ എന്ന് പറയുന്ന ആ ഒരു ഇതും ക്രോസ് ചെയ്യാൻ പോവുകയാണ്. വ്യാപാര യുദ്ധം ശക്തമാകുന്നതാണ് അന്താരാഷ്ട്ര വിപണിയിലെ ഈ വിലവർദ്ധനയ്ക്ക് കാരണമെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. ഇനിയും ദിവസങ്ങൾ തുടരുമോ? കേരളത്തിൽ പ്രത്യേകിച്ചും വലിയ ആശങ്ക ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമാണല്ലേ. അല്ലെ, ഇത് പ്രദീപ് ജോസഫ് നൽകും കൂടുതൽ വിവരങ്ങൾ ഈ കാര്യത്തിൽ. പ്രദീപ്, ഇത് മാസങ്ങൾക്ക് മുൻപാണ്, നമ്മൾ അധികം നാളുകൾക്ക് മുൻപല്ല 50,000 രൂപ ക്രോസ് ചെയ്തത്. അന്ന് അയ്യോ പൊന്നെ എന്ത് വിലയാണ് എന്നൊക്കെ ഉള്ളത് നമ്മളെല്ലാവരും പറഞ്ഞതാണ്. പക്ഷെ ഇതിപ്പോൾ 70,000 രൂപയിലേക്ക് എത്തുന്നു. പെട്ടെന്ന് കുതിച്ച് കയറുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. സ്വർണ്ണവില അനുദിനം വർദ്ധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമേരിക്കയുടെ വ്യാപാര യുദ്ധം തന്നെയാണ്. താരിഫ് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയും വില കൂടാൻ തന്നെയാണ് സാധ്യതയെന്ന് പറയുന്നത്. മാത്രവുമല്ല, ജപ്പാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ അമേരിക്കൻ ബോണ്ടുകൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യം ചൈനയാണ്. ചൈന ഈ അമേരിക്കൻ ഗോൾഡ് ബോണ്ടുകൾ വിറ്റഴിച്ചേക്കും എന്നുള്ള തരത്തിൽ വ്യാപകമായ പ്രചാരണമുണ്ട്. ഇതും സ്വർണ്ണവില കുതിച്ചു കയറാൻ കാരണമാവുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ വലിയ തോതിൽ ആളുകൾ സ്വർണം വീണ്ടും വാങ്ങി വയ്ക്കുന്നുണ്ട്. അതായത് വൻകിടക്കാർ ഇനിയും വില ഉയർന്നേക്കുമെന്നുള്ള ചില സൂചനകളെ തുടർന്ന് ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ കണ്ട് വലിയ തോതിൽ വൻകിടക്കാർ സ്വർണം വാങ്ങി വയ്ക്കുന്നു. അതും ഒരു പരിധിവരെ സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാവുന്നുണ്ട്. അതേസമയം വ്യാപാരികളെയും സാധാരണക്കാരായ ഇടപാടുകളെയും സംബന്ധിച്ച് ഇപ്പോൾ ഈ ഇത്രയും വലിയൊരു ബാധ്യത തന്നെയാണ് സമ്മാനിക്കുന്നത്. വ്യാപാരികൾ പലരും പറയുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ അവർ നടത്തിയിരുന്നു. സ്വർണ്ണവില അല്പം കുറഞ്ഞേക്കും ഈ സമയത്ത് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അഡ്വാൻസ് ബുക്കിംഗ് നടത്തിയത്. പക്ഷേ വില ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അത് അവർക്ക് വലിയ നഷ്ടമാണ് വരുത്തി വയ്ക്കുന്നത് എന്നും പറയുന്നു. എന്തായിരുന്നാലും വരുന്ന ദിവസങ്ങളിലും സമാനമായ സാഹചര്യത്തിൽ വരുന്ന ദിവസങ്ങളിലും വില കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ വ്യാപാര യുദ്ധം സംബന്ധിച്ച് ഈ താരിഫ് നടപ്പിലാക്കുന്നത് ഒരു 3 മാസത്തേക്ക് കൂടി അമേരിക്ക മരവിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ വലിയ ശതമാനത്തിലുള്ള താരിഫിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില വരും ദിവസങ്ങളിലും മുകളിലേക്കായിരിക്കാൻ തന്നെയാണ് സാധ്യതയെന്നാണ് സൂചനകൾ. ശരി, ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ എൻ അജിത് കുമാർ നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്രീ അജിത് കുമാർ, ആളുകളെല്ലാം ഉറ്റുനോക്കുന്ന നാളെ ഇതാണോ മറ്റന്നാൾ ഇതാണോ, അത് ഇന്ന് വാങ്ങണോ 2 ദിവസം വെയിറ്റ് ചെയ്യണോ എന്നൊക്കെയാണ് കേരളത്തിൽ. നമുക്കറിയാലോ, വീട്ടിലെ ചെറിയ ചടങ്ങുകൾ, കല്യാണം, ഇതിനൊക്കെ കുറച്ചൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കുന്ന സാധാരണക്കാരാണ് ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്ന്. ഇത് എത്ര ദിവസം പ്രതീക്ഷിക്കണം ഈ ഒരു കുതിപ്പ്? ഞാൻ പ്രദീപ് പറഞ്ഞുമായിട്ട് പൂർണ്ണമായി യോജിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാരണം ഈ 90 days എംബാർഗോ വന്നു. കാരണം 8-ാം തീയതി സ്വർണ്ണവില താഴോട്ട് വരാനൊരു ടെൻഡൻസി കാണിച്ചു. 8,425 എന്ന നിലയിലേക്ക് വന്നപ്പോൾ ആ 90 day എംബാർഗോ വന്നപ്പോൾ ചൈനയെ മാറ്റി നിർത്തി ഇന്റർനാഷണലി സ്വർണം വ്യാപാരത്തിന് സ്കോപ്പ് ഉണ്ട് എന്നൊരു ഫീലിംഗ് കിട്ടിയതാണ് പെട്ടെന്ന് വീണ്ടും വില കൂടാനുള്ള കാരണം. അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇന്നത്തെ വില നോക്കിയാൽ തന്നെ ഇന്ന് 185 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ 270 രൂപ വർദ്ധിച്ചു. അപ്പൊ ശരിക്കും ഞാൻ 2 ദിവസം കൊണ്ട് 455 രൂപയാണ് ഇപ്പൊ വർദ്ധിച്ചിരിക്കുന്നത്. ഇതിന് വേറൊരു കാരണം കൂടി എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയില് മാരേജ് സീസണും കൂടിയാണ്. അപ്പൊ ഡിമാൻഡ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്ന സമയമാണ്. ഇപ്പൊ അക്ഷയ തീർത്ഥം കൂടി വരാൻ പോകുന്നുണ്ട്. അക്ഷയ തൃതീയ എന്നുള്ള ആ ഒരു ഫെസ്റ്റിവലും കൂടി വരാൻ പോകുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു മുതലെടുപ്പും കൂടി ആണെന്നാണ് എന്റെ ഫീലിംഗ്. കാരണം ഈ വ്യാപാരികളെ ഞാൻ ടോട്ടലി ഇതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്യില്ല. അവരും ശരിക്കും നന്നായിട്ട് അതൊരു ഓർഗനൈസ് ചെയ്തിട്ട് അവര് ഈ വില കൂട്ടാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട്. യാതൊരു സംശയമില്ല. കാരണം 70,000 രൂപ പെട്ടെന്ന് എത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു 3 ദിവസം കൊണ്ട് 8-ാം തീയതി വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഈ ഒരു പോയിന്റ് കൂടി, ഈ 90 day എംബാർഗോ ട്രംപ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ കുറയാൻ നല്ല സാധ്യത ഉണ്ടായിരുന്നു. വീണ്ടും ഇനിയും കുറയുമായിരുന്നു, സംശയിക്കണ്ട. കാരണം സ്വർണത്തിനോടുള്ള ഒരു പേടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സ്വർണം വല്ലാണ്ട് വർദ്ധിക്കുന്നു എന്ന്. പക്ഷെ ഈ 90 day എംബാർഗോ വന്നതോടെ പെട്ടെന്ന് എന്ത് പറ്റി? ഗോൾഡ് മാർക്കറ്റ്സ് റിലാക്സ് ചെയ്തു. 9-ാം തീയതി വില കൂടി. 9-ാം തീയതി 80 രൂപ കൂടിയെങ്കിലും വർധനവ് ഉടനെ കാണിക്കാൻ പറ്റി. കാരണം 90 day എംബാർഗോ ആണ് ആദ്യത്തെ കാരണമായിട്ട് ഞാൻ കാണുന്നത്. മാത്രമല്ല, ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മാക്സിമം വിവാഹങ്ങൾ നടക്കുന്ന ഇന്ത്യയിൽ. വിഷു വരുന്നു, ഈസ്റ്റർ വരുന്നു, പ്രധാനപ്പെട്ട ഉത്സവങ്ങളൊക്കെ വരുന്നു. അപ്പൊ ഈ സമയത്തൊക്കെ കൂടുതൽ അതിന്റെയും ശരിക്കും ഒരു മുതലെടുപ്പും കൂടി ഇപ്പൊ നടക്കുന്നുണ്ടെന്നാണ് എന്റെ അനുമാനം. അല്ലാതെ അന്തർദേശീയ കാരണങ്ങൾ മാത്രമല്ല, ലോക്കൽ റീസൺസും കൂടിയുണ്ട് ഈ ഉയർച്ചയില്. കാരണം ഈ ഡിമാൻഡ് വർദ്ധിക്കുന്നത് എന്റെ ഒരു പ്രഡിക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇനിയും വർദ്ധിക്കും വില.
ഇൻഫാക്ട് ഒരു മാസം മുമ്പ് മാതൃഭൂമി ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. എനിക്ക് താങ്കൾ തന്നെയാണ് എന്നോട് ചോദിച്ചത് എന്താണ് പ്രഡിക്ഷൻ. ഇപ്പൊ പ്രൈസസ് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത, തീർച്ചയായിട്ടും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ഒരു 75,000 എത്തുന്നതിൽ യാതൊരു സംശയവും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴാണ് പെട്ടെന്ന് ഈ ട്രംപിന്റെ ഇഷ്യൂസ് വന്നപ്പോഴാണ് പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 4th ഏപ്രിൽ വില കുറയാൻ തുടങ്ങി, 8-ാം തീയതി ആകുമ്പോഴേക്കും നന്നായിട്ട് കുറഞ്ഞു. പക്ഷെ 9-ാം തീയതി കാലത്താണ് അദ്ദേഹം ഈ എംബാർഗോ തീരുമാനിച്ചത്. 90 ഡേയ്സിന്റെ ആ എംബാർഗോ കൊണ്ടുവന്നതോടെ വീണ്ടും വിലകൾ വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. വർധനവിലേക്ക് തന്നെ പോകുന്നതാണ് എന്റെ കാൽക്കുലേഷൻ. അക്ഷയ തൃതീയ ഏപ്രിൽ 30-നാണ് അക്ഷയ തൃതീയ വരുന്നത്. നമുക്കിപ്പോ എത്ര വില കൂടിയാലും അക്ഷയ തൃതീയയുടെ എന്നൊക്കെ പല ജ്വല്ലറികളും ആൾത്തിരക്ക് മൂലം അടച്ചിടുന്നത് കാണാറുണ്ട്. പിന്നെ ആളെ കയറ്റാൻ സ്ഥലമില്ല. അപ്പോൾ ഇത് വില കൂടിയാലും നമ്മൾ പറയുന്ന പോലെ ആളുകൾ പേടിച്ചു നിൽക്കുന്നല്ല, ആളുകൾ പിന്നെയും വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ കച്ചവടക്കാർക്ക് നല്ല കാര്യമാണ്, നിക്ഷേപത്തിനും നല്ല കാര്യമാണ്. ആ നിലയ്ക്ക് പോസിറ്റീവായിട്ട് കാണുകയായിരിക്കും അല്ലേ? അല്ല, അത് ശരിയാണ്. നിക്ഷേപത്തിന് നല്ലൊരു കാര്യമാണ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിക്ഷേപമില്ല. പക്ഷെ നാളെങ്ങാനും നെവാഡ ഗോൾഡ് മൈൻ എങ്ങാനും ട്രംപ് തുറന്നാൽ കാര്യം മാറും. നെവാഡ ഗോൾഡ് മൈൻ എന്നുള്ള നമ്മുടെ മുകളിലൊരു നമ്മുടെ മുകളിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടപ്പുണ്ട്. നെവാഡ ഗോൾഡ് മൈൻ, അമേരിക്കയിലെ നെവാഡ ഗോൾഡ് മൈൻ, അവിടെ there is enough gold for the entire world എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് ട്രംപിന്റെ ഡയറക്ഷൻ ആവാത്തേക്ക് പോയാൽ കാര്യങ്ങൾ വേറെ. കാരണം ട്രംപ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അത് ചെയ്തെന്നും വരും. അങ്ങനെയാണെങ്കിൽ ഗോൾഡ് ശരിക്കും കൊലാപ്സ് ചെയ്യാനും സാധ്യതയുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ പ്രഷർ കാരണം അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയുടെ പ്രതിനിധി ശ്രീ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ കൂടി ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ നാസർ, കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി സ്വർണത്തിന്റെ വില കുതിച്ചു കയറി മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു 40 രൂപ കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ 70,000 രൂപ പിന്നിടും. ഇപ്പോഴും ഈ സ്വർണ്ണക്കടകളിൽ പല കാരണങ്ങളാൽ സ്വർണം വാങ്ങാൻ വരുന്നവരുടെ, ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലല്ല, ഇത്രയും പൈസ കൊടുത്തിട്ടാണെങ്കിലും വാങ്ങാൻ വരുന്നവരുടെ തിരക്ക് എണ്ണം കൂടുക തന്നെയാണോ? സ്വർണ്ണ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര സ്വർണ്ണവില $215 കുറയുകയും അതിനുശേഷമാണ് വലിയൊരു കുതിപ്പ് ഈ രംഗത്തുണ്ടായത്. സ്വർണ്ണാഭരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവ സീസണാണ്. ഈ ഈദ് കഴിഞ്ഞു, വിഷു, ഈസ്റ്റർ, അതുപോലെ അക്ഷയ തൃതീയ വരുന്നു, വിവാഹ സീസൺ ഒക്കെയാണ്. വളരെ കൂടുതൽ ആളുകൾ സ്വർണം വാങ്ങുന്ന ഒരു സമയമാണിത്. ഈ സാഹചര്യത്തിലാണ് ഈ വിലക്കുതിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഈ വിലക്കുതിപ്പ് ഉപഭോക്താക്കളുടെ ഇടയിൽ വലിയൊരു അമ്പരപ്പും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപാരികൾക്കിടയിലും ഒരു വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കാര്യം സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ സംസാരം തുടരാൻ കഴിയുന്നില്ല. ഇപ്പോൾ ശ്രീ അജിത് കുമാർ ഇപ്പോഴും തുടരുന്നു എന്നാണ് വിചാരിക്കുന്നത്. ശ്രീ അജിത് കുമാർ, ഇപ്പോൾ ഈ സ്വർണം അത്യാവശ്യത്തിന്, ഇപ്പോൾ വിവാഹ സീസൺ, അതുപോലെ തന്നെ അക്ഷയ തൃതീയ പോലെയുള്ള ഉത്സവങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ഒക്കേഷൻ വരുന്നു. ഇതിനപ്പുറം ഈ ഇൻവെസ്റ്റേഴ്സ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ ഇപ്പോൾ പറഞ്ഞു നെവാഡയിലെ ഈ സ്വർണ്ണ മൈൻ തുറക്കുന്നതിന്, അല്ലെങ്കിൽ ആ രീതിയിൽ സ്വർണം മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടാൽ ഉണ്ടാകാവുന്ന എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിക്ഷേപകർ ഇതിനെ എങ്ങനെ കാണണം, ഈ വിലക്കയറ്റത്തെ? നിക്ഷേപർ കൂടുതൽ സ്വർണത്തിലേക്ക് പോകുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാല് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചാഞ്ചാട്ടമാണ്. ഓഹരി വിപണിയിൽ ഭയങ്കരമായിട്ട് ചാഞ്ചാട്ടമുണ്ട്. ഈ ചാഞ്ചാട്ടമാണ് വീണ്ടും നിക്ഷേപകരെ തിരിച്ച് സ്വർണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം നമ്മളൊന്ന് ശരിക്കൊന്ന് റിവ്യൂ ചെയ്താല്, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നത് ശരിയില്ലെങ്കിലും 2009 നവംബറിൽ 12,760 എന്ന ലെവലില് ഒരു പവൻ സ്വർണത്തിന്റെ വില കൂടിയപ്പം അതൊരു വലിയ ലോക റെക്കോർഡായിട്ടാണ് നമ്മൾ അന്ന് ആഘോഷിച്ചത്. പിന്നെ അന്ന് തുടങ്ങി ഒരു ഭയങ്കര ഒരു കറക്ഷൻ മെക്കാനിസം, അത് സർക്കാർ തലത്തിലും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കറക്ഷൻ മെക്കാനിസത്തിൽ വില കുറയാൻ തുടങ്ങി. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് സർക്കാർ ഇതിൽ നിന്ന് കംപ്ലീറ്റ് പിന്മാറി. കാരണം സർക്കാരിന് ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ, സർക്കാരിന്റെ കയ്യിലുള്ള സ്വർണം വിപണിയിലേക്ക് കൊണ്ടുവരാം. അതൊരു നല്ല, കാരണം എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ.
ഇത്രയധികം സ്വർണ്ണ നിക്ഷേപം ഏകദേശം 900 ടൺ ഉണ്ടെന്നാണ് ഏറ്റവും അൺഒഫീഷ്യൽ ഫിഗേഴ്സ്. ഒഫീഷ്യൽ ഫിഗേഴ്സിൽ 720, 730 ടൺസ് എന്ന് പറയെങ്കിലും. അപ്പൊ ഗവൺമെന്റ് ലെവലില് ഇത് ഒരു ഇൻഡയറക്ട്ലി എൻകറേജ് ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പൊ സ്വർണത്തിന്റെ അനുപാതം നമ്മൾ എടുത്തു നോക്കിയാൽ സർക്കാരിന്റെ കയ്യിലുള്ള സ്വർണത്തിന്റെ ഒരു ലാഭവിഹിതം എന്ന് പറയുന്നത് വാങ്ങിച്ചതിനേക്കാൾ ഇരട്ടിയല്ല, ഒരു 10-20 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്താണ്, വില വർധനവ് ഒരു ഇൻഡയറക്ട്ലി ഒരു ഗവൺമെന്റൽ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. കാരണം ഇപ്പോഴും അക്ഷയ തൃതീയ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിന്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ജസ്റ്റർ എന്ന നിലയിൽ RBIക്ക് കുറച്ച് ഗോൾഡ് റിലീസ് ചെയ്യാവുന്നതാണ്. റിലീസ് ചെയ്താൽ തീർച്ചയായിട്ടും പ്രൈസസിന് ഒരു ഇമ്പാക്ട് ഉണ്ടാവും. അതിനെപ്പറ്റി ഇപ്പൊ ആലോചിക്കാറില്ല. 2009 ചെയ്തതാണ്. ചരിത്രം പരിശോധിച്ച് നോക്കിക്കോളൂ. 2009 RBI ഗോൾഡ് റിലീസ് ചെയ്തു. അങ്ങനെ ഗോൾഡ് റിലീസ് ചെയ്തത് കൊണ്ടാണ് പ്രൈസസ് ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആയത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പോളിസിയെ RBI ഫോളോ ചെയ്യുന്നില്ല. RBI വെയിറ്റ് ആൻഡ് വാച്ച് എന്ന പോളിസി നോക്കുകയാണ്. അപ്പൊ വെയിറ്റ് ആൻഡ് വാച്ചും നോൺ ഇന്റർഫിയറൻസ് ഉണ്ടായാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ബിയോണ്ട് കൺട്രോൾ. അങ്ങനത്തെ ആക്ച്വലി ചെറുതായിട്ട് ബിയോണ്ട് കൺട്രോൾ പോയപ്പോഴാണ് ഞാൻ തമാശക്ക് പറയാറുണ്ടായിരുന്നു. ഞങ്ങൾ പേഴ്സണൽ കോൺവെർസേഷനില് ട്രംപ് വന്നുകൊണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ചു കാലത്തേക്ക് ഗോൾഡിന്റെ പ്രൈസ് കുറഞ്ഞു. April 4 മുതൽ April 8 വരെ ആ 4 ദിവസം ഗോൾഡ് പ്രൈസസ് നന്നായിട്ട് കുത്തനെ കുറയണം നമ്മൾ കണ്ടു. ഉടനെ എംബാർഗോ വന്നു, കാര്യങ്ങൾ വീണ്ടും തിരിച്ച്. അജിത് കുമാർ, താങ്കളിലേക്ക് തിരിച്ചു വരാം. അബ്ദുൽ നാസർ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. ശ്രീ അബ്ദുൽ നാസർ, ഇപ്പോൾ ഈ അത്യാവശ്യത്തിന്, അതായത് ഒരു നിവൃത്തിയുമില്ല, ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിവാഹ ചടങ്ങിനോ അല്ലെങ്കിൽ മറ്റു ചടങ്ങുകൾക്കോ ആയിട്ടോ ജനം അല്ലെങ്കിൽ ആളുകൾ സ്വർണം വാങ്ങാൻ വരുന്നുണ്ട്. അതിനപ്പുറം ഇതൊരു നിക്ഷേപം എന്നുള്ള രീതിയിൽ സ്വർണം വാങ്ങിക്കൂട്ടാൻ ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണുന്നുണ്ടോ? അവിടെ അങ്ങനെ നിക്ഷേപത്തിന് വേണ്ടി വരുന്നവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന, ഇപ്പോൾ ഈ RBI സ്വർണം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ സ്വർണം മറ്റ് ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടത്തിൽ ആളുകൾ കൂടുതൽ സ്വർണത്തിലേക്ക് നിക്ഷേപിക്കാൻ വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അതായത് നിക്ഷേപം എന്നുള്ള രീതിയിൽ ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുന്നുണ്ടോ സ്വർണത്തിന്റെ കാര്യത്തിൽ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉപഭോക്താക്കളും സ്വർണ്ണാഭരണം വാങ്ങുക എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതിന് മാത്രമല്ല, ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല, അതൊരു നിക്ഷേപത്തിന് കൂടിയാണ്. അതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഫിനോമിന. അതുകൊണ്ട് കേരളത്തിൽ സ്വർണം വാങ്ങുന്നു, ആവശ്യം വരുമ്പോൾ വിൽക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ വില വലുതായിട്ട് കൂടുമ്പോൾ വിറ്റഴിക്കാൻ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ വില ഒരു ചെറിയ ഡിപ്പ് വരുമ്പോൾ അത് വാങ്ങിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് നേരത്തെ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ RBI പോലുള്ള ബാങ്കുകൾ സ്വർണം റിലീസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സാഹചര്യങ്ങളൊന്നും ഇന്റർനാഷണലി ഒരു ബാങ്കുകളും അവരുടെ റിസർവ് സ്വർണങ്ങൾ ഒരിക്കലും റിലീസ് ചെയ്യപ്പെടുന്നതായിട്ട് ഒരു വാർത്തയും കാണുന്നില്ല. കാര്യം സ്വർണ്ണവില ഇത് കൂടുന്ന ഒരു വലിയ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ചൈന തന്നെ ഇപ്പോൾ പുതിയൊരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ ജപ്പാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ട്രഷറി ബോണ്ടുകൾ ഉള്ളത് ചൈനയുടെ കൈവശമാണ്. 760 ബില്യൺ ഡോളറിന്റെ ട്രഷറി ബോണ്ട് വിറ്റഴിക്കാനുള്ള സാധ്യത ഭീഷണി. എന്തായാലും കേരളത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണത്തിലൂടെ ഒരു അഭിനിവേശം പ്രകടമാക്കുന്ന ആളുകളുള്ളത്. അതുകൊണ്ട് വില കൂടുമ്പോൾ വാങ്ങാൻ കരുതിയിരുന്നവർ ചിലപ്പോൾ പിന്നോട്ട് പോകും. ചിലവർ ഇത് അവസരമാക്കി മാറ്റി വാങ്ങുന്നുണ്ടായതിലും സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് കുറച്ചുകൂടി സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ്. അത്യാവശ്യത്തിന് വേണ്ടി വാങ്ങുന്നവർക്കാണെങ്കിലും ഒരു നിക്ഷേപം പോലെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യവുമുണ്ട്. ഇതിനൊരിക്കലും വില കുറയുന്നില്ല. ഇപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞ പോലെയാണ്, ഇനി ട്രംപ് വേറെ എന്തെങ്കിലും തീരുമാനം എടുത്ത് ഇത് താഴേക്ക് വരുമോ എന്നുള്ളൊരു ഭയമാണ്. അത് എപ്പോഴും നമുക്ക് എന്താ തൊട്ടാൽ പൊള്ളുന്ന ഒരു കാര്യമായത് ട്രംപ് എന്ത് തീരുമാനിക്കുന്ന അറിയില്ല. വളരെ നന്ദി ശ്രീ അജിത് കുമാർ, ഒപ്പം തന്നെ ശ്രീ അബ്ദുൽ നാസർ ചർച്ചയിൽ പങ്കെടുത്തതിന്.